മലവാഴോ മലവാഴോ മോളെ, എന്താ പറ്റി മോളെ? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അമ്മേ, ആ കുട്ടി എന്നെ പോലെ ആയിരുന്നില്ലേ? എന്തിനാ അയാൾ അങ്ങനെ ചെയ്തേ? പേടിയാവുന്നു അമ്മേ. എന്തിനാ മോള് പേടിക്കണേ? മോളെ ആരും കൊണ്ടുപോയില്ല കേട്ടോ. അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ഒരിടത്തൊരു കാട്ടിൽ മോളെപ്പോലൊരു മോളും അമ്മയെപ്പോലൊരു അമ്മയും ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരെ പോലെയും ആ അമ്മയ്ക്ക് അമ്മയുടെ മോളും പൊന്നോമനയായിരുന്നു. എന്നിട്ട് മോളെ, എവിടെയാ നീ? വെറുതെ കളിക്കല്ലേ കേട്ടോ. അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. എവിടെയാ നീ മോളെ? കിഴക്കേലെ പ്ലാവിയിലെ ചെറുകുയിലെ മാനം പുലരണ മുമ്പേ നീയുണരേ. വെട്ടം പരത്തും ആദിത്യ ഭഗവാനെ, വെയിലിന്റെ വാത്സല്യം ചൊരിയേ. വെട്ടം പരത്തും ആദിത്യ ഭഗവാനെ, വെയിലിന്റെ വാത്സല്യം ചൊരിയേ. അങ്ങനെ ആ രൂപം വന്നു ആ മോളെ പിടിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് വിഷമമായില്ലേ? അമ്മ തന്റെ കൊച്ചിനെ അന്വേഷിച്ചോണ്ട് കാട്ടിലൂടെ കുറെ അലഞ്ഞു. നിങ്ങളെന്റെ മോളെ കണ്ടോ? കുറെ മുടിയൊക്കെ ഉണ്ട്. നിറയെ മുടിയൊക്കെ ആയിട്ട് പുള്ളി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചെറുതുള്ളത് കണ്ടോ? കണ്ടോ? കണ്ടില്ല അല്ലേ? ഇഴലാടുന്നുള്ളിനുള്ളം തായേ വേദാളം മായേ, ഗതിമാറും കാരേ പകലാടും ഗീയേ.
അമ്മയ്ക്ക് മോളെ കിട്ടിയില്ലേ? ഇല്ല, പിന്നെ അമ്മ മോളെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചു ആ രൂപത്തെ. പെണ്ണിൽ ഉയരല്ല പകയാണെന്നേ, പോകും നാടെല്ലാം പൊയ്യാകുന്നേ. കാമപ്പേനായെ കൊണ്ടറിഞ്ഞേ പെണ്ണുകൾ തുറന്നേ. കണ്ണല്ലേ കനലായി പെണ്ണേ, കലിതുള്ളി പോണേ മുന്നേ. പനമേലെ കയറും പെണ്ണോ പിഴയ്ക്കാതെ പകയിൽ പുകയാൻ, പെരുമാൾ തഞ്ഞരമ്പിൽ തൊളയാൻ, കോമ്പല്ലായി പനയിൽ ഉണരാൻ പെണ്ണവളൊരുങ്ങുന്നേ. നീ ഇരുളിൽ വരും ഇതൊരമ്മയുടെ പ്രതികാരത്തിന്റെ കഥയാണ്. കാമവരി കൊണ്ട് സ്വന്തം മകളെ പിച്ചു ചീന്തിയപ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ കഥ, അവളുടെ പ്രതികാരത്തിന്റെ കഥ. ഇവിടെ തീരുന്നു. ഇനി ഒരിക്കലും ഈ കഥ ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി ഒരമ്മയുടെയും കണ്ണുനീർ വീഴാതിരിക്കട്ടെ.